ഭാരതീയ സംസ്കാരം അന്വേഷണത്തിന്റെ സംസ്കാരമാണ്. എന്താണ് അവരന്വേഷിച്ചത്? അവരന്വേഷിച്ചത് മനസ്സ് എവിടെ നിന്ന് വന്നു. അതിനു മുമ്പ് അവരന്വേഷിച്ചിട്ടുണ്ട്. മനസ്സുകൊണ്ടും അന്വേഷിച്ചു, മനസ്സിനെ കുറിച്ചും അന്വേഷിച്ചു. മനസ്സുകൊണ്ട് അന്വേഷിച്ചത് ഭൗതികമായും ഭൗതിക വിജ്ഞാനമായും, മനസ്സിനെ കുറിച്ചുള്ള അന്വേഷണം ആത്മീയമായും മാറി. അങ്ങനെയാണ് ഈ ലോകത്തിൽ രണ്ടു തരം ജ്ഞാനശാഖകൾ വന്നത്. ഒന്ന് ഭൗതികമായ ജ്ഞാനവും, രണ്ട് ആത്മീയമായ ജ്ഞാനവും. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? ഒന്ന് മനസ്സിനെ കൊണ്ട് അന്വേഷിച്ചു, മനസ്സിനെ വെച്ച് അന്വേഷിച്ചു. ഇപ്പൊ ഞാൻ നിങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിക്കുന്നത് എന്റെ മനസ്സുകൊണ്ടാണ്, അല്ലേ? നിങ്ങൾ എവിടെ നിന്ന് വന്നു, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ചോദിക്കുമ്പോൾ അത് മനസ്സുകൊണ്ട് അന്വേഷിക്കുന്നത്. ആ അറിവിനെ ഭൗതികം. ഇങ്ങനെ ലോകത്തിലുള്ള ഓരോ സംഗതികളും. അപ്പൊ നമ്മുടെ പൂർവികന്മാരെ സംബന്ധിച്ച് ഇന്ന് ലോകത്തിലുള്ള സകല വിജ്ഞാനങ്ങളും മനസ്സുകൊണ്ട് അന്വേഷിച്ചതായതുകൊണ്ട് അതിനെന്ത് വിളിക്കണം? നമ്മൾ പഠിക്കുന്ന ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം ആവട്ടെ, ഇന്നുള്ള എല്ലാം സകലവും അതെല്ലാം മനസ്സുകൊണ്ട് അന്വേഷിച്ചതായതുകൊണ്ട് അതിനെ എന്ത് വിളിക്കണം? ഭൗതികം. അവരുടെ ഉള്ളിൽ മനസ്സിനെ കുറിച്ചുള്ള അന്വേഷണം വന്നു. മനസ്സിനെ കുറിച്ചുള്ള അന്വേഷണം വരാൻ കാരണം അവർ വളരെ ശ്രദ്ധാലുക്കളായിരുന്നു, ഒബ്സർവേഷൻ ഉള്ളവരായിരുന്നു. അപ്പൊ അവർ മനസ്സിലാക്കിയത് ഈ ശരീരം അത് ജനിച്ചു, ജീവിച്ചു, മരിക്കുന്നു. ഈ പ്രകൃതിയിലുള്ള ഏത് ജീവജാലങ്ങളെയും പോലെ അത് തിരിച്ച് പ്രകൃതിയിലേക്ക് പോകണം. അപ്പൊ അവർക്ക് മനസ്സിലായി പ്രകൃതിയുടെ ഒരു നിയമം എന്താണെന്ന് വെച്ചാൽ പ്രകൃതിയിൽ നിന്ന് വന്നതെല്ലാം പ്രകൃതിയിലേക്ക് തിരിച്ചു പോകും എന്നുള്ള ഒരു നിയമം, പ്രകൃതി നിയമം അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പൊ അവർ ജിജ്ഞാസുക്കളായി. അങ്ങനെയാണെങ്കിൽ ഈ ശരീരത്തിലൂടെ ഇത്രയും കാലം ജീവിതം ജീവിച്ച, അനുഭവങ്ങൾ അനുഭവിപ്പിച്ച, എനിക്ക് പലതും അനുഭവം തന്ന എന്റെ മനസ്സ് അതെങ്ങോട്ടാണ് പോകുന്നത്? അതെങ്ങോട്ട് പോകുന്നില്ല? പ്രകൃതിയിലേക്ക് പോകുന്നില്ല. ശ്രദ്ധിക്കണേ, ഈ പറയുന്നത് അത് ശരീരത്തിന്റെ കൂടെ പ്രകൃതിയിലേക്ക് പോകുന്നില്ല. കാരണം പ്രകൃതിയിലേക്ക് പോയിരുന്നുവെങ്കിൽ പിന്നീട് ഒരിക്കലും അത് വരരുത്. അപ്പൊ നമ്മളിവിടെ കാണുന്ന ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഒരു വ്യക്തമായൊരു ബോധ്യം, നമുക്ക് പ്രതിഭാസമല്ല, നമ്മുടെ അനുഭവം, ഇവിടെ ഓരോരുത്തരുടെയും മനസ്സ് മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ ഈ മനസ്സ് ഈ ശരീരം എടുക്കുന്നതിന് മുമ്പും ഉണ്ടായിരിക്കണം. കാരണം സംഗീതം പഠിക്കാത്ത കുട്ടി സംഗീതം, എന്റെ വീട്ടില് ഞങ്ങൾ വീണ്ടും വേറെയും ബ്രദേഴ്സൊക്കെ ഉണ്ട് എനിക്ക്, അവരെന്നെ പോലെ ഭാഗവതം പറയുന്നില്ല. എന്റെ അച്ഛനും അമ്മയും ഞങ്ങൾ 4-5 പേരുണ്ടെങ്കിൽ എന്നെ പോലെ എല്ലാവരും ഭാഗവതം പറയേണ്ടവരാണ്. പക്ഷെ അവർക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, എന്ത്? എല്ലാവരുടെയും സംസ്കാരം ഒരുപോലെ അല്ലെങ്കിൽ ഈ സംസ്കാരമെല്ലാം നേരത്തെ കൊണ്ടുവന്നിരുന്നതാണ്, അല്ലെങ്കിൽ നേരത്തെ ഉള്ളതാണ്. അപ്പൊ തീർച്ചയാണ് മനസ്സ് പ്രകൃതിക്കൊപ്പം പോയിട്ടില്ലെങ്കിൽ, അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ പ്രകൃതിയുടെ നിയമം അതിനും ബാധകമാണ്. എന്താ പ്രകൃതിയുടെ നിയമം? ഏതിൽ നിന്ന് വന്നുവോ അത് അതിലേക്ക് പോകണം. അപ്പൊ തീർച്ചയായിട്ടും മനസ്സിന്റെ പിന്നിലും ഒരു ഉറവിടമുണ്ടായിരിക്കണം, ഇല്ലേ? മനസ്സ് എവിടെ നിന്നോ വന്നതായിരിക്കണം. ഇനി മനസ്സ് അവിടെ തന്നെ എത്തിച്ചേരേണ്ടതുണ്ട്. അതുകൊണ്ട് ഋഷിമാരുടെ ചോദ്യം, നമ്മുടെ പൂർവികരുടെ ചോദ്യം, മനസ്സ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഇതാണ് അവരന്വേഷിച്ചത്. അതിനവര് കണ്ടെത്തിയ ഉത്തരം ഇതാണ്. ഈ ശരീരം പ്രകൃതിയിലേക്ക് പോവാൻ കാരണം ഈ ശരീരത്തെ നിലനിർത്തുന്നത് പഞ്ചഭൂതങ്ങളാണ്. അപ്പൊ തീർച്ചയായിട്ടും മനസ്സ് ഏതിലേക്ക് പോകണം എന്ന് നിശ്ചയിക്കുന്നത് ശരീരമല്ല എന്ന് അവർക്ക് മനസ്സിലായി. കാരണം ശരീരമില്ലാത്തപ്പോഴും മനസ്സ് സ്വപ്നാടനം ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പൊ പിന്നെ ആര് നിലനിർത്തണോ? അവർക്ക് മനസ്സിലായി മരിച്ച ശരീരത്തിൽ മനസ്സില്ലാത്തതിന് കാരണം, നമ്മളിൽ ഇപ്പോൾ മനസ്സ് പ്രവർത്തിക്കാൻ കാരണം, മനസ്സ് ഉണർന്നു വരണമെങ്കിൽ, ഉണർന്ന് പ്രവർത്തിക്കണമെങ്കിൽ, ഉറങ്ങുമ്പോഴും അതിന് നിലനിൽക്കണമെങ്കിൽ, ഈ ശ്വാസോച്ഛ്വാസ പ്രക്രിയ നടക്കണമെങ്കിൽ ഈ ശരീരത്തിൽ ചൈതന്യത്തിന്റെ സാന്നിധ്യം വേണം. നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യത്തിലെ ഈ മനസ്സും പ്രാണനും എല്ലാം പ്രവർത്തിക്കുന്നുള്ളൂ. എങ്കിൽ മനസ്സിനെ നിലനിർത്തുന്നത് ചൈതന്യമാണെങ്കിൽ അതിന് തിരിച്ചു പോവേണ്ടതും ചൈതന്യത്തിലേക്കാണ്. ആ ചൈതന്യത്തെ നോക്കിക്കൊണ്ട് ഋഷീശ്വരന്മാര് പറഞ്ഞു, തമേവ വിദിത്വ, ഇതിനെ അറിഞ്ഞാലും ബ്രഹ്മത്വം, ഇതാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഇതിനെയാണ് അക്ഷരം എന്ന് പറയുന്നത്. അക്ഷരം എന്ന് പറഞ്ഞാൽ ABCD നല്ല അർത്ഥം. അക്ഷരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തത്. അപ്പൊ ഇവിടെ രണ്ടെണ്ണം നശിക്കുന്നില്ല. ഏതെല്ലാം? മനസ്സും നശിക്കുന്നില്ല, ചൈതന്യവും നശിക്കുന്നില്ല. എന്നാൽ മനസ്സ് നശിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? മനസ്സിനും നാശമുണ്ട്. അതിന് നാശം എന്നല്ല പറയാ, അതിനും ലയമുണ്ട്. ഏതിലേക്ക്? ചൈതന്യത്തിലേക്ക്. ഇനി ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, ഇതിനെ അവ്യക്തമെന്നും അക്ഷരമെന്നും
മനസ്സിലാക്കൂ. ഇതിനെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ യം പ്രാപ്യന് നിവർത്തന്തേ തദ്ധാമ പരമം മമ. ആര് ഇതിനെ അനുഭവിക്കുന്നുവോ, ആരിതിൽ എത്തിച്ചേരുന്നോ അവർക്കൊരിക്കലും പുനരാവർത്തിയില്ല. എന്ന് വെച്ചാൽ ഇനി ഒരിക്കലും ഇതുപോലെ തിരിച്ചു വരേണ്ടതില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ ശരീരം നമ്മൾ മെനക്കെട്ടാലും മെനക്കെട്ടില്ലെങ്കിലും ഇത് പ്രകൃതിയിലേക്ക് പോവും. എന്നാൽ നമ്മൾ എന്തിനു വേണ്ടി പ്രയത്നിക്കേണ്ടതുണ്ട്? മനസ്സിന് വേണ്ടി, അതിനെ ചൈതന്യത്തിലേക്ക് എത്താൻ പ്രയത്നിക്കേണ്ടതുണ്ട്. അപ്പൊ ഒരു ചോദ്യം ഇന്നലെ ചോദിച്ചത് ആവർത്തിക്കുകയാണ് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. സ്വാമി, ശരീരം സ്വാഭാവികമായിട്ട് മണ്ണിലേക്ക് പോകുന്നത് പോലെ മനസ്സും ചൈതന്യത്തിലേക്ക് പോവില്ലേ? ഇല്ല. അങ്ങനെ പോകുമായിരുന്നെങ്കിൽ നമ്മളിവിടെ ഇരിക്കില്ലല്ലോ. അതിനെന്താ കാരണം? കാരണം മനസ്സിനെ അതിലേക്ക് ഉയർത്താൻ സമ്മതിക്കാതെ അതിനെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു വെക്കുന്ന ഒരു നെഗറ്റീവ് ഫോഴ്സ് നമ്മുടെ കൂടെയുണ്ട്. അതിനെയാണ് മായ എന്ന് പറയുന്നത്. മായ എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിന്റെ അവിവേകം. അതാണ് മായ എന്ന് പറയുന്നത്. അവിവേകത്തോടുകൂടിയ ജീവിതം, വിവേകമില്ലാത്ത ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് മനസ്സ് ചൈതന്യത്തിലേക്ക് ചേരണമെങ്കിൽ ആ മനസ്സ് അത്രത്തോളം സൂക്ഷ്മമായിരിക്കണം. എങ്ങനെയുള്ള മനസ്സേ അതിലേക്ക് ചേരുള്ളൂ? ശാസ്ത്രം പറയുന്നു, ഏതൊരു മനസ്സാണോ സമബുദ്ധി കൈവരിച്ചിരിക്കുന്നത് ആ മനസ്സിന് മാത്രമേ ഏതിലേക്ക് ചേരാൻ സാധിക്കുകയുള്ളൂ? ചൈതന്യത്തിലേക്ക്. അപ്പോ അവിവേകമുള്ള മനസ്സെന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം അർത്ഥം? ഏത് മനസ്സിനാണോ സമബുദ്ധിയില്ലാത്തത് അവരൊക്കെ ശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിൽ ആരാണ്? അവിവേകികളാണ്. അപ്പം ഭാഗവതം, വേദങ്ങള് ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അവിവേകത്തിൽ നിന്നും മനസ്സിനെ വിവേകത്തിലേക്ക് ഉയർത്താനാണ്. അവിടുന്ന് പിന്നെ എളുപ്പമായി യാത്ര അല്ലേ? അതായത് നിങ്ങൾ ഒരാളെ യാത്ര അയക്കുമ്പോൾ, ട്രെയിനിൽ യാത്ര അയക്കുന്ന സമയത്ത് വെട്ടിയും കുട്ടിയൊക്കെ ആയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുക എന്നുള്ളൊരു ജോലിയുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്. അപ്പൊ ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുന്നത് പോലെ അവിവേകത്തിൽ നിന്നും നമ്മളെ എവിടെ എത്തിക്കണം? വിവേകത്തിലേക്ക്. ഇത്രയും മനസ്സിലായി. അതുകൊണ്ട് ഋഷീശ്വരന്മാര് പറയുന്നു, ഭാരതീയ സങ്കല്പത്തിൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ, വളരെ ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നത്, ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മളിൽ ഓരോരുത്തരിലും നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യ ശക്തിയാണ് എന്ന് പറയുന്നത് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെയല്ലല്ലോ സ്വാമി മനസ്സിലാക്കിയത്. കുട്ടിക്കാലം മുതലേ നമ്മളൊക്കെ ആചാരങ്ങളിലൂടെ വന്നവരാണ്. അന്ന് നമ്മൾ കുട്ടിക്കാലത്ത് നമുക്കറിയില്ല എവിടെ ഈശ്വരൻ. അമ്മയച്ഛനാണ് കുഴപ്പമുണ്ടാക്കിയത്, ഇമ്പോറ്റി എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് തൊഴിപ്പിച്ചത് അമ്പലത്തിലാണ്, പൂജാമുറിയിലാണ്. അന്ന് നമ്മളോട് രണ്ട് കാര്യമാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഒന്ന് പറഞ്ഞു, നല്ല ബുദ്ധി തരണേ, നല്ല കുട്ടിയാക്കണേ ഭഗവാനെ. അപ്പൊ തന്നെ ഉറപ്പാണ് നല്ല കുട്ടി ആക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയച്ഛനെ ഉറപ്പിച്ചു, നീ ആരല്ല, നല്ല കുട്ടിയല്ല എന്ന്. നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന മിസ്റ്റേക്കാണത്, നല്ല കുട്ടിയല്ല. ഇനി രണ്ടാമത്തെ കാര്യം പ്രാർത്ഥിക്കുന്നത്, രോഗങ്ങളൊന്നും തരലേ, വിഷമങ്ങളൊന്നും തരലേ, ബുദ്ധിമുട്ടുകളൊന്നും തരലേ ഭഗവാനെ. അപ്പൊ ഉറപ്പിച്ചു ഇതൊക്കെ തരുന്നത്, രണ്ട് ദ്രോഹം അദ്ദേഹത്തിന് കൊടുത്തു. പ്രശ്നങ്ങളൊക്കെ അങ്ങാണ് തരുന്നത്, അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ തരരുത്. അപ്പൊ നമ്മൾ കുട്ടിക്കാലത്തെ ഉറപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം, ദൈവം എന്ന് പറയുന്നത് ഒരു വിഗ്രഹത്തിലോ പൂജാമുറിയിലോ ഇരിക്കുന്ന ശക്തിയാണ് അല്ലേ? എന്നാൽ ശാസ്ത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്, ഭാഗ്യവശാൽ ശാസ്ത്രത്തിലേക്ക് വരാൻ സാധിച്ചതുകൊണ്ട് ശാസ്ത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്, ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു രൂപമല്ല, ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മളിൽ ഓരോരുത്തരിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെയാണ്. അങ്ങനെയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കൂ നിങ്ങളെ, നാം ഈശ്വരനോട് ഇപ്പോ നമ്മൾ വേറെയായി കാണുമ്പോൾ ആ ഈശ്വരനെ നമ്മൾ പരിമിതപ്പെടുത്തുന്നു, ഒരു വിഗ്രഹത്തിൽ ഒതുക്കുന്നു. എന്നാൽ ഈശ്വരൻ സർവ്വവ്യാപിയാണെങ്കിൽ, സർവത്ര നിറഞ്ഞിരിക്കുന്നവനാണെങ്കിൽ ആ ഈശ്വരൻ ഒരിക്കലും ഒരു വിഗ്രഹത്തിൽ ഒതുങ്ങി നിൽക്കാൻ പറ്റില്ല. പറ്റുമോ? ഈശ്വരൻ എല്ലായിടത്തും ഉണ്ടാവണം. ഇപ്പോ ഈ നിമിഷം ഇവിടെ ഉണ്ടാവണം, എന്നാലല്ലേ സർവ്വവ്യാപിയാവുള്ളൂ. ആണോ അല്ലയോ? ഈ വസ്ത്രത്തിൽ നൂല് സർവ്വവ്യാപിയാണെന്ന് പറഞ്ഞാൽ ഇതിൽ എല്ലായിടത്തും നൂലുണ്ടായിരിക്കണം. ഇതുപോലെ ഈശ്വരൻ സർവ്വവ്യാപിയാണെന്ന് എല്ലാ ശാസ്ത്രങ്ങളും അതാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നിമിഷം നമ്മുടെ കൂടെ ആരുണ്ടാവണം? ഈശ്വരൻ ഉണ്ടാവണം. അതുകൊണ്ട് ഭാരതീയ ഋഷിമാര് പറഞ്ഞ ശരി തന്നെയാണ്, ചൈതന്യം തന്നെയാണ് ഈശ്വരൻ. ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നു, ജീവോ ബ്രഹ്മൈവ ന അപര, ജീവൻ തന്നെയാണ് ബ്രഹ്മം. ക്ലിയർ ആവുന്നുണ്ടോ? വീണ്ടും നമ്മൾ ഭാഗവതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഭാഗവതം നിങ്ങൾ ഉറപ്പിക്കുകയാണ് ഈ കാര്യം. ഭാഗവതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആരെയാണ് നാരായണൻ വാസുദേവൻ എന്നൊക്കെ പറയുന്നത്? ക്ഷേത്രജ്ഞ ആത്മാ പുരുഷ പുരാണോ സാക്ഷാൽ സ്വയം ജ്യോതിരജപരേശാം നാരായണോ ഭഗവാൻ വാസുദേവ സ്വമായാത്മന്യവതീയമാനം. 5-ാമത്തെ സ്കന്ധത്തില് 11-ാമത്തെ അധ്യായത്തില് 13-ാമത്തെ ശ്ലോകം. അതാണ് ഈ പറയുന്ന ശ്ലോകം. ക്ഷേത്രജ്ഞ എന്ന് പറഞ്ഞാൽ, അപ്പോഴും നമ്മൾ കുട്ടിക്കാലത്തെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചിരിക്കുന്നത്
അമ്പലം എന്നാണ്. ഗീതയിലേക്ക് വരുമ്പോഴാണ് മനസ്സിലാവുക ക്ഷേത്രം എന്ന് പറയുന്നത് അമ്പലത്തിനെയല്ല. അവിടെ ഭഗവാൻ പറയുന്നത് ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യവിധീയതേ ഏതദ്യോ വ്യക്തിതം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിദാം ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രജ്ഞയോർജ്ഞാനം യത്തജ്ഞാനം മതം മമ. ഈ ശരീരത്തെയാണ് കൗന്ദേയ ക്ഷേത്രമെന്ന് വിളിക്കുന്നത്. ഈ ശരീരത്തിനെയാണ് ക്ഷേത്രം എന്ന് വിളിക്കുന്നത്, അമ്പലത്തിനെയല്ല. ഈ ശരീരത്തിലിരിക്കുന്ന ചൈതന്യത്തെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് വിളിക്കുന്നത്, അല്ലെ? അപ്പൊ ക്ഷേത്രജ്ഞൻ ആത്മാ സ്വയം ജ്യോതി. ഈ സ്വയം ജ്യോതിയായിരിക്കുന്ന ചൈതന്യത്തെയാണ് നാരായണോ ഭഗവാൻ വാസുദേവ. സംശയമില്ലല്ലോ, നാരായണനെന്നും വാസുദേവനെന്നും. അപ്പൊ നമ്മൾ വസുദേവരുടെ പുത്രനാണെന്ന് തോന്നുമോ? അല്ല. വീണ്ടും നിങ്ങൾ വിഷ്ണു സഹസ്രനാമത്തിലേക്ക് കടന്നു വരൂ. അവിടെ വിഷ്ണു സഹസ്രനാമം കഴിഞ്ഞിട്ട് വേദവ്യാസ മഹർഷി പറയുന്നുണ്ട് ആരാ വാസുദേവൻ. വേദവ്യാസ മഹർഷി തന്നെ വ്യക്തമായി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആരാണ്? വാസനാൽ വാസുദേവസ്യ വാസിദം ഭുവനത്രയം സർവഭൂത നിവാസോസി വാസുദേവ നമോസ്തുതേ. ആരാണ് വാസുദേവൻ? സർവഭൂത നിവാസോസി വാസുദേവ നമോസ്തുതേ. എല്ലാവരിലും വസിക്കുന്നവനാണ് ആര്? വാസുദേവൻ. ഈ ശബ്ദങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ തന്നെയാണ് വാസുദേവനെന്നും നാരായണനെന്നും ഒക്കെ പറയുന്നത്. സബ്രഹ്മ സഹരി സ അക്ഷര പരമസ്വരാട് ഋതം സത്യം പരം ബ്രഹ്മ പുരുഷം കൃഷ്ണ പിംഗളം ഊർധ്വരേദം വിരൂപാക്ഷം വിശ്വരൂപായ വൈ നമോ നമ. ഈ സത്യത്തെ തന്നെയാണ് ബ്രഹ്മാവെന്നും ശിവനെന്നും വിഷ്ണുവെന്നും അയ്യപ്പനെന്നും രാമനെന്നും യേശുവെന്നും അള്ളാഹ് എന്നും ഒക്കെ വിളിക്കുന്നത് എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെയാണ്. ഇത് നമ്മൾ ഉറപ്പിക്കണേ. ഇതെന്തിനാ ആവർത്തിച്ച് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിലെ അന്യഭക്തി മാറി ഇനി നമ്മൾ ഭക്തി മാറ്റണം. അതായത് നാം എന്ന് പറയുന്ന വ്യക്തിത്വം നിലനിൽക്കുന്നതിന് കാരണം നമ്മളിൽ നിറഞ്ഞിരിക്കുന്നൊരു ഈശ്വരന്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ്. വളരെ ശ്രദ്ധിക്കൂ പറയുന്നത്. ഞാൻ നിലനിൽക്കാൻ കാരണം എന്നിൽ നിറഞ്ഞിരിക്കുന്നൊരു ഈശ്വരന്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ്. ഇനി പറയുന്ന ഒന്നുകൂടി ശ്രദ്ധിക്കൂ. സാധാരണ നമ്മൾ ഈശ്വരൻ എന്നൊക്കെയുള്ള ശബ്ദം ഉപയോഗിക്കുമ്പോൾ അത്ര നമ്മൾ അങ്ങോട്ട് ഉറപ്പിച്ചിട്ടില്ല ഈ കാര്യങ്ങൾ. ആ അമ്പലത്തിൽ പോകണോ പ്രാർത്ഥിക്കണോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കൊരു ഉറപ്പില്ല ഈശ്വരൻ അവിടെ ഉണ്ടോ എന്ന്. അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ നമുക്കൊരു സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. ഉറപ്പില്ലാത്തതുകൊണ്ടാണല്ലോ വേറെ അമ്പലത്തിൽ കൂടി പോകേണ്ടി വരുന്നത്. ഒരാള് കാടാമ്പുഴയ്ക്ക് പോവാണ്. ഞാൻ പണ്ട് പാലക്കാട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു അനുഭവം. അപ്പൊ ഇദ്ദേഹം ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കയ്യിൽ 2 നാളികേരമുണ്ട്. ഞാൻ ചോദിച്ചു എങ്ങോട്ടാ? പറഞ്ഞു ഞാൻ കാടാമ്പുഴയ്ക്ക് മുട്ട അറക്കാൻ പോവാ സ്വാമി. അപ്പോ എന്തിനാ മുട്ട്? അല്ല, ഓരോ ഗ്രഹത്തിൽ ഓരോ ദോഷങ്ങൾ. ജ്യോത്സ്യന്മാരെപ്പോഴും പറയുന്നു മുട്ട അറുത്താൽ ശരിയാവുമെന്ന്. അപ്പൊ 2 മുട്ട എന്തിനാവോ? 2 നാളികേരുണ്ട്, 2 ദോഷമുണ്ടോ? അതെന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോ എന്റെ സ്വാമി എന്റെ ജോലി സംബന്ധമായിട്ടൊരു പ്രശ്നമായിട്ടാ പോയത്. അന്ന് ഞാൻ മുട്ടറുത്തു, അത് കേടുവന്നു, ശരിയില്ല. അപ്പൊ അവിടുത്തെ തിരുമേനി പറഞ്ഞു വേറൊരു നാളികേരം സംഘടിപ്പിക്കാൻ. ഞാൻ പുറത്തുപോയി ഒരു നാളികേരൊക്കെ സംഘടിപ്പിച്ചു, ടോക്കണൊക്കെ എടുത്ത് വന്നു. അപ്പോഴേക്കും മണിക്കൂർ 3 കഴിഞ്ഞു. പിന്നെ അതൊക്കെ ശരിയായി, പക്ഷെ വീട്ടിലെത്താൻ 10 മണി. അപ്പൊ ഇപ്രാവശ്യം ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ 1ാമത്തെ മുട്ട എങ്ങാനും ശരിയായിട്ടില്ലെങ്കിൽ അപ്പൊ ഞാൻ തിരുമേനിയോട് പറയും വിഷമിക്കേണ്ട, 2ാമത്തെ നാളികേരം എന്റെ കയ്യിലുണ്ട് എന്ന്. അപ്പൊ അയാൾക്ക് നല്ല ഉറപ്പാണ് എന്ത് ഈ പാർട്ടി അമ്പലത്തിൽ പോണതേ. ഇതാണ് ഹിന്ദു മതം എന്ന് പറയുന്നത്. ഒന്നിലും ഒരു ഉറപ്പില്ല നമുക്ക് ചെയ്യുന്ന കാര്യത്തിൽ. കാരണം നമ്മൾ ഇത്രയും കാലം ദൈവത്തെ വെച്ചിരിക്കുന്നത് നമ്മളിൽ നിന്നും വേറെയായിട്ടാണ്. ഇതിനെ പറയും അന്യഭക്തി. ഇനി കുട്ടിക്കാലത്ത് വേറൊരു അബദ്ധം നമ്മൾ പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട്. ആരെങ്കിലും നമ്മളെയൊക്കെ വിഷമിപ്പിക്കുമ്പോണ്ടല്ലോ പറയുന്നൊരു വാക്ക്, ഇതൊക്കെ കേൾക്കാൻ മുകളിൽ ഒരാളുണ്ട് എന്നാണ്. ഇതൊരു അനുഭവമാണ്. ഒരമ്മയും ഭർത്താവും കൂടെ പഴനിക്ക് പോവുകയാണ്. അപ്പൊ പോകുന്ന സമയത്ത് ട്രെയിനിലൊക്കെ കയറി ഇരുന്നതിന് ശേഷമാണ് അമ്മ പറയുന്നത്, അയ്യോ എന്റെ ശങ്കുണ്ണിയേട്ടാ മറന്നുവല്ലോ കാര്യങ്ങൾ. എന്താടി നീ മറന്നത്? ഇല്ല, അടുത്ത വീട്ടിലെ ശാരദയൊക്കെ കൂടി കുറച്ച് കാശ് തന്നിരുന്നു, കുറെ വഴിപാടുകളൊക്കെ ചെയ്യാൻ. ഞാനത് മറന്നുപോയി, ശ്രദ്ധ ഉണ്ടായില്ല. കൊടുത്തു ശങ്കുണ്ണിയേട്ടൻ. നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ഉത്തരവാദിത്തം വേണടി. ദൈവത്തിന്റെ കാര്യത്തിൽ നിനക്കൊരു ഉത്തരവാദിത്തമില്ലല്ലോ. ഇങ്ങനെയൊക്കെയാണോ നീ ചെയ്യേണ്ടത്? പാവങ്ങൾ എത്ര പ്രാർത്ഥനയോടുകൂടി നാം വെച്ചിട്ടുണ്ടാവുക, നിനക്കൊന്നും ഗുണം കിട്ടില്ലടി എന്നൊക്കെ പറഞ്ഞ് കുറെ ചീത്ത. ഇതൊക്കെ കണ്ട് കേട്ടപ്പോ ഭാര്യയ്ക്ക് വലിയ മനോഷമായി. ഭാര്യ പറഞ്ഞു ഇതൊക്കെ കേൾക്കാൻ മുകളിലൊരാളുണ്ട് എന്ന്. ട്രെയിനിൽ മുകളിലൊരാളുണ്ട് പറഞ്ഞാൽ മുകളിലെ ബർത്തിൽ ഒരാൾ കിടന്നുറങ്ങണ്ടായിരുന്നു. അല്ല ചാടിനീട്ട് പറഞ്ഞു, ദൈവം വിചാരിച്ചിട്ട് എന്നെ ഇതിൽ കൊണ്ടുവരരുത്, എനിക്ക് ഒരു കുന്തും അറിയില്ല, നിങ്ങൾ എന്നെ ഇതിലേക്ക് വലിച്ചഴിക്കരുത്. നമ്മൾ അത്ര ഉറപ്പിച്ചിട്ടുണ്ട് എന്ത് മുകളിലൊരാളുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് പണ്ടൊരു കുട്ടി പറഞ്ഞതാണ്. ക്ലാസ്സിൽ ടീച്ചർ പണ്ട് ഇതേ ചോദ്യം ചോദിച്ചു എന്നാണ്, ഈശ്വരൻ എവിടെയാണ്?
അപ്പം ടീച്ചർ കുട്ടികളുടെ ഒരു മോറൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അപ്പൊ ഓരോ കുട്ടികളും അവരവരുടെ മതത്തിൽ, ഒരാൾ പറഞ്ഞു പള്ളിയിലുണ്ട്, ഒരാൾ പറഞ്ഞു മക്കയിലാണ്, മറ്റൊരു കുട്ടി പറഞ്ഞു അമ്പലത്തിലാണ്, ഗുരുവായൂരിലാണ്, ശബരിമലയിലാണ്, ഇങ്ങനെയൊക്കെ ഓരോ ഉത്തരം പറഞ്ഞു. ഒരു കുട്ടി പറഞ്ഞു ടീച്ചർ ഇവിടെ ഒന്നുമല്ല, എന്റെ വീട്ടിൽ ബാത്റൂമിലാണ്. കുട്ടി വളരെ കൺവിക്ഷനോട് കൂടിയിട്ട്. അപ്പൊ ടീച്ചർക്ക് വളരെ അതിശയം, ഇതെങ്ങനെയാണോ നിന്റെ ബാത്റൂമിൽ ദൈവം വരികയാണ്? ടീച്ചർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ അച്ഛൻ ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, അമ്മ ടീച്ചറാ. രാവിലെ അമ്മ ബാത്റൂമിലേക്ക് പോയാൽ ഒരു 1-1.5 മണിക്കൂർ എടുക്കും പുറത്തു വരാൻ. അപ്പൊ അച്ഛന് പോകേണ്ട സമയവും. അപ്പൊ അച്ഛൻ ബാത്റൂമിൽ മുട്ടിക്കൊണ്ട് ഉറക്കെ വിളിക്കണേ ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ ഈശ്വരാ നീ ഒന്ന് വേഗം വാന്ന്. അന്ന് എനിക്ക് ഉറപ്പായിട്ടുണ്ട് ഈശ്വരൻ ഇരിക്കുന്നത് ബാത്റൂമിലാണ്. ഇങ്ങനെ നമ്മൾ കുട്ടിക്കാലത്തെ ഈശ്വരനെ കുറിച്ച് വളരെ വികലമായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മളിൽ നിന്നും വേറെയാണ്. നാം ഞാൻ എന്ന് പറയുന്നത് പോലും ശ്രദ്ധിക്കണേ, മനസ്സുണർന്നതിന് ശേഷമല്ലേ നിങ്ങൾ ഞാനെന്ന് പറയുള്ളൂ? ആണോ? നിങ്ങൾ ഉറക്കത്തിൽ പറയൂ ഞാൻ ഇവിടെ കിടക്കണമെന്നൊക്കെ. അപ്പൊ മനസ്സുണർന്നതിന് ശേഷമാണ് നമ്മൾ പറയുന്നതെങ്കിൽ ആരാ മനസ്സിനെ ഉണർത്തുന്നത്? മനസ്സ് താനെ ഉണരുകയാണോ? മനസ്സിനെ ഉണർത്താൻ അങ്ങനെ മനസ്സ് താനെ ഉണരുമായിരുന്നെങ്കിൽ മരിച്ച ഒരു ശരീരത്തിലും മനസ്സുണരേണ്ടതായിരുന്നു. നമ്മളിൽ മനസ്സുണരാൻ കാരണം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യമാണെങ്കിൽ, ചൈതന്യം കൊണ്ടാണെങ്കിൽ നാം നിലനിൽക്കുന്നത് തന്നെ ആരിലാണ്? ചൈതന്യത്തിലാണ്, അല്ലേ? അപ്പോ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ? ദൈവം മനസ്സിലാണ്, ദൈവം ഉള്ളിലാണ് എന്നൊക്കെ പറയുന്നതിനേക്കാൾ ശരി ഞാൻ ഇരിക്കുന്നത് അതല്ലേ ശരി? അപ്പൊ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഈ ബോധം ഉണ്ടാവണം, എന്നിലല്ല ഈശ്വരൻ. ഞാൻ എന്നെ എന്ന് പറയുന്നത് പോലും മനസ്സുകൊണ്ടാണെങ്കിൽ, എനിക്ക് എന്ന് ഞാൻ മനസ്സുകൊണ്ടാണ് പറയുന്നതെങ്കിൽ, ഈ മനസ്സ് ഉണരണമെങ്കിൽ ആര് വേണം? ചൈതന്യം വേണം. അതുകൊണ്ട് നമ്മൾ എന്താ പറയേണ്ടത്? ശരിയായിട്ടുള്ള പ്രയോഗം ഏതാണ്? മനസ്സിൽ ദൈവം ഇരിക്കുന്നു എന്നാണോ? മനസ്സിരിക്കുന്നത് മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് ഉള്ളിലേക്ക് കയറുന്നുണ്ടോ? ഈശ്വരൻ എന്ന് പറയുന്നത് എന്നെ ഉണർത്തി, എന്നെ നിലനിർത്തി, ഉറങ്ങുമ്പോഴും എന്നെ നിലനിർത്തുന്ന, എന്നെ എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിന്, അങ്ങനെയുള്ള ശക്തിയാണ് ആര്? ഈശ്വരൻ. ഇതൊക്കെ പറയുമ്പോഴും നമുക്കത് ബോധ്യം വരാത്തത് എന്തുകൊണ്ടാ ചോദിച്ചു കഴിഞ്ഞാൽ, നാം പറയാൻ ഉപയോഗിക്കുന്ന മനസ്സ് ഇന്ന് ഈ കാര്യങ്ങളെ മനസ്സിലാക്കുന്നേ ഉള്ളൂ, അതിനോട് അടുത്തെത്തിയിട്ടില്ല. ഇവിടെ നല്ല തണുപ്പാണെന്ന് വിചാരിക്കുക, ക്ലൈമറ്റിക് എയർ കണ്ടീഷൻ കൊണ്ടല്ല, ക്ലൈമറ്റിക് കണ്ടീഷൻ കൊണ്ട്. ഒരു ഭാഗത്ത് തണുപ്പ് കറ്റാൻ വേണ്ടി ചൂട് കത്തിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ദൂരെ നിൽക്കുമ്പോഴും തണുപ്പിന്റെ ശക്തി കൊണ്ട് നമ്മൾ വിറയ്ക്കും, അല്ലേ? നമ്മുടെ ശരീരത്തിന്റെ വിറ മാറാൻ എങ്ങോട്ട് വരണം? ചൂടിന്റെ അടുത്തേക്ക് വരണം. ശരിയല്ലേ? ചൂടിന്റെ അടുത്തേക്ക് വരണം. ഇതുപോലെ ഇപ്പോ നമ്മുടെ മനസ്സിന് ശക്തി പോരാ എന്ന് നമുക്ക് തോന്നുന്നത് കൊണ്ടാണ് ഈശ്വരനെ നമുക്ക് കൂടെ ഉണ്ടെന്ന് ബോധ്യമായിട്ടില്ലാത്തത്. ഇനി നമ്മൾ ആ ശക്തി ബോധ്യമാവണമെങ്കിൽ, ഈശ്വരന്റെ കരുത്ത് നമുക്ക് ബോധ്യമാവണമെങ്കിൽ, നമ്മുടെ മനസ്സിന് കരുത്ത് കിട്ടണമെങ്കിൽ, മനസ്സ് വിറയ്ക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? മനസ്സിനെ ചൈതന്യത്തോട് അടുപ്പിക്കണം. മനസ്സിനെ ചൈതന്യത്തോട് അടുപ്പിക്കുന്നതിനെയാണ് ആത്മീയ സാധന എന്ന് പറയുന്നത്. മനസ്സിനെ ചൈതന്യത്തോട് അടുപ്പിക്കുന്നതിനെയാണ് ആത്മീയ സാധന. എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്? 3 സാധനങ്ങളാണ് വേണ്ടത് മനസ്സിന്. എന്തൊക്കെയാണ് അത്രേ വേണ്ടത്? ഋഷീശ്വരന്മാര് പറയുന്നു, ഭക്തി വേണം, ജ്ഞാനം വേണം, വൈരാഗ്യം വേണം. എന്തൊക്കെയാണ് വേണ്ടത്? ഭക്തി വേണം, ജ്ഞാനം വേണം, വൈരാഗ്യം വേണം. അങ്ങനെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടെങ്കിൽ മനസ്സിനെ ആരിലേക്ക് അടുപ്പിക്കാം? ചൈതന്യത്തോട് അടുപ്പിക്കാം. അന്ന് നമുക്ക് ബോധ്യം വരും, ഞാൻ വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്, ഞാൻ നിലനിൽക്കുന്നത് ഭഗവാനിലാണ്, എനിക്ക് തിരിച്ചു പോവേണ്ടതും ഭഗവാനിലേക്കാണ്. അതുകൊണ്ട് കൂടെയുള്ളത് ഭഗവാൻ മാത്രമാണ്. നമുക്ക് ബോധ്യം. ഇപ്പൊ ബോധ്യമില്ല. ഇപ്പൊ നമ്മൾ കുറെ വിട്ടു നിൽക്കുകയാണ്. ഇപ്പൊ നമ്മൾ കുറെ വിട്ടു നിന്നിട്ട് വിറക്കുകയാണ്, തണുപ്പിൽ വിറക്കുകയാണ്. ഇനി നമ്മൾ അടുപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ബോധ്യവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഋഷീശ്വരന്മാര് പറഞ്ഞിരിക്കുന്ന വേദങ്ങളും രാമായണവും മഹാഭാരതവും ഭാഗവതവും സകല പുരാണങ്ങളും ഈ കാര്യം നേടിത്തരാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് കാര്യം? 3 സമ്പത്തുകൾ. ഏതെല്ലാം? ഭക്തി വേണം, ജ്ഞാനം വേണം, വൈരാഗ്യം വേണം. ഭാഗവതം പറയുന്നു, ഭക്തിജ്ഞാന വിരാഗാണം സ്ഥാപനായ പ്രകാശിതം. സംശയിലേത്? ഭാഗവതം പറഞ്ഞിരിക്കുന്നത് ഭക്തിജ്ഞാന വിരാഗാണം. ഭക്തി വേണം, ജ്ഞാനം വേണം, വൈരാഗ്യം വേണം. ഇതിനു വേണ്ടി മാത്രമാണ് ഭാഗവതം പറഞ്ഞിരിക്കുന്നത്. ഇനി 12ാം സ്കന്ധത്തിലേക്ക് വരുമ്പോണ്ടല്ലോ, അവിടെ ഒരു ശ്ലോകമുണ്ട്. ശൈശവ ബ്രഹ്മർഷി പറയാണ്, കഥായിമാംസ്തേ കഥിതാഹി രാജൻ വിദായ വിജ്ഞാന വിദേ ശ്ലോകം. ഈ രാജൻ ഈ പറഞ്ഞിരിക്കുന്ന കഥകളൊക്കെ
എന്തിനു വേണ്ടിയിട്ടാണ്? വിജ്ഞാന വൈരാഗ്യ വിവക്ഷയോ വിഭോ പജോ വിഭൂതിർന്നതു പാരമർത്യം. ഇതെല്ലാം വിജ്ഞാന വൈരാഗ്യങ്ങൾ അങ്ങേക്കുണ്ടാവാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഭക്തി, എന്താണ് ജ്ഞാനം, എന്താണ് വൈരാഗ്യം. അപ്പം ഭാഗവതവും പിന്നീട് വേദങ്ങൾ, ഋഷിമാരുടെ അനുഭവങ്ങളൊക്കെ വന്നു. പിൽക്കാലത്ത് രാമായണം വന്നു, പിൽക്കാലത്ത് മഹാഭാരതം വന്നു, പിന്നീട് 17 പുരാണങ്ങൾ വ്യാസഭഗവാൻ എഴുതി, പിന്നീട് 18ാമത്തെ പുരാണം ഏതും എഴുതി? ഭാഗവതവും രചിച്ചു. അങ്ങനെ ഭാഗവതം രചിക്കുമ്പോൾ വേദവ്യാസ മഹർഷിക്ക് ഭാഗവതത്തെ പറഞ്ഞു കൊടുത്തത് ആരാണത്രേ? നാരദ മഹർഷിയാണ്. ഭാഗവതത്തിലെ 7ാമത്തെ അധ്യായത്തില്, പ്രഥമ സ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തില് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തിനാണ് ഈ ഭാഗവതം രചിച്ചിരിക്കുന്നത്? അവിടെ പറയുന്നു, വേദവ്യാസ മഹർഷി 17 പുരാണങ്ങൾ രചിച്ചിട്ടും, മഹാഭാരതം രചിച്ചു, ബ്രഹ്മസൂത്രം രചിച്ചു, എന്നിട്ടൊന്നും അദ്ദേഹത്തിന്റെ മനസ്സിന് വേണ്ടത്ര ഒരു കൃതാർത്ഥത, ഒരു ധന്യത വന്നിട്ടില്ല അത്രേ. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ നാരദ മഹർഷി വരുന്നതും ആ നാരദ മഹർഷി പറയുന്നത്, അങ്ങ് ഇതുവരെ പലതും രചിച്ചിട്ടുണ്ടെങ്കിലും, പലതും എഴുതിയിട്ടുണ്ടെങ്കിലും വാസുദേവസ്യ മഹിമാന്ന അനുവർണിത. ആരെ കുറിച്ച് എഴുതിയിട്ടില്ല? വാസുദേവനെ കുറിച്ച് എഴുതിയിട്ടില്ല. ആരാ വാസുദേവൻ? വാസുദേവൻ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോ, രാമൻ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോ, എന്ത് ശബ്ദം കേൾക്കുമ്പോഴും ഉടനെ അർത്ഥം കിട്ടുന്നത് തന്നിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിലെ ആ സത്യത്തിനെ കുറിച്ച് അങ്ങ് വേണ്ടത്ര എഴുതിയിട്ടില്ല. അപ്പൊ ഈ 17 പുരാണങ്ങളോ, അതെല്ലാം ഓരോ ഉപാസ്യ ദേവതകളെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയാണ്, ബ്രഹ്മനദ്യാം സരസ്വത്യാം ആശമപ്പശ്ചിമേ തടേ ശ്യാമ്യാപ്രാസൈതി പ്രോക്ത ഋഷീണം സപ്തവർദ്ധന. ബ്രഹ്മനദിയായിരിക്കുന്ന സരസ്വതി നദീതടത്തിൽ യാഗാദികളെ കൊണ്ടൊക്കെ വർദ്ധിച്ചിരിക്കുന്ന ഒരു തടമാണ് ശമ്യാപ്രാസം. അവിടെ ആ ആശ്രമത്തിൽ ഇരുന്നു കൊണ്ട് തസ്മിൻ സ ആശ്രമേ വ്യാസോ ബദരീഷണ്ഡ മണ്ഡിരേ ആസീനോപസ്പൃശ്യ പ്രണതദ്യോ മനസ്സയം. ആ ആശ്രമത്തിൽ ഇരുന്നു കൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കി. നാരദ മഹർഷി പറഞ്ഞില്ലേ എഴുതണമെന്ന് വാസുദേവസ്യ മഹിമ. ഭക്തിയോഗേന മനസി സമ്യക് പ്രണിഹിതേമലേ അപശ്യൽ പുരുഷം പൂർവം മായം ചതുതുപാശ്രയം. ഭക്തിയോഗേന മനസ്സി, എന്റെ മനസ്സിനെ ഭക്തിയോഗത്താൽ തന്റെ അമലമായിരിക്കുന്ന യാതൊരു മാലിന്യങ്ങളും ചേരാത്ത ആ ഭഗവാനിൽ ചേർത്തുകൊണ്ട് അപശ്യൽ പുരുഷം, ആ പുരുഷനെ കണ്ടു. പിന്നീട് മായാം, ആ പുരുഷന്റെ സാന്നിധ്യത്തിൽ ചഞ്ചലമായിരിക്കുന്ന മനസ്സിനെയും കണ്ടു. യയാ സമ്മോഹിതോ ജീവ ആത്മാനം ത്രിഗുണാത്മകം പരോപി മനതേനത്തം തദകൃതം ചാവിപദ്യതേ. ആ മായയിൽ, ആ മനസ്സാകുന്ന മായയിലാണ് ഇന്ന് ജീവൻ കുടുങ്ങിയിരിക്കുന്നത്, അവിവേകത്താൽ കുടുങ്ങിയിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയ മഹാത്മാവായിരിക്കുന്ന വേദവ്യാസ മഹർഷി അനർത്ഥോപശമം സാക്ഷാൽ ഭക്തിയോഗമതോക്ഷതേ ലോകസ്യാജാനതോ വിദ്വൻ ചക്രേ സത്വതംഹിതം. നമ്മുടെ ഉള്ളിലുള്ള അവിവേകമാകുന്ന മനസ്സിന്റെ അനർത്ഥത്തെ ഉപശമം ചെയ്യാൻ ശ്രദ്ധിക്കണേ പറയുന്നത്. ഞാനിത് കുറെ മുൻകൂട്ടി പറയാൻ കാരണം, എന്തിനാണ് വേദവ്യാസ മഹർഷി ഭാഗവതം രചിച്ചതെന്ന് ഭാഗവത്തിൽ വളരെ വ്യക്തമാണ്. നമ്മുടെ മനസ്സിന്റെ അവിവേകമാകുന്ന അനർത്ഥത്തെ ഉപശമം ചെയ്ത് ഭക്തിയോഗം അധോക്ഷജേ, അധോക്ഷജനിൽ മനസ്സിനെ യോഗം ചെയ്യാൻ. യോഗം ചെയ്യാൻ പറഞ്ഞാൽ അർത്ഥം, ഈ യോഗം എന്നുള്ള ശബ്ദം നമ്മളിതൊക്കെ തലതിരിഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാത്തത്. യോഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അർത്ഥം എന്നറിയോ? യോഗ ക്ലാസ്സിന് പോകുക എന്ന് പറഞ്ഞാല് തലകുത്തി നിൽക്കാൻ പോവുകയാണ്. കാരണം ഇന്നിപ്പോ തടി ഉറയ്ക്കാൻ യോഗം, മെലിയാൻ യോഗം, സൗന്ദര്യം കൂട്ടാൻ യോഗം, അങ്ങനെയൊക്കെയുള്ള യോഗത്തിന്റെ കാലമാണ്. ആകെ യോഗത്തിലാണ് ആളുകൾ, വേറെ കാര്യം. യോഗം എന്നുള്ള ശബ്ദത്തിനർത്ഥം യുജ് എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് വരുന്നത്. യുജ് എന്ന് പറഞ്ഞാൽ അർത്ഥം യോജിപ്പിക്കുക. അപ്പൊ ഭക്തിയോഗേന, ഭക്തിയോഗം കൊണ്ട് അധോക്ഷജം, അധോക്ഷജം എന്ന് പറഞ്ഞാൽ അർത്ഥം, ഈ ശബ്ദവും വളരെ ശ്രദ്ധിക്കണേ, ഭാഗവതത്തിൽ ആവർത്തിക്കുന്ന ഒരു വാക്കാണ് അധോക്ഷജം. ഭഗവാന്റെ പേരാണ് അധോക്ഷജൻ. അധോക്ഷജൻ എന്ന് പറഞ്ഞാൽ അർത്ഥം, വേഗത്തിൽ നമുക്ക് ഭഗവാൻ എന്ന് പറയാം, പക്ഷെ അതിന്റെ സൂക്ഷ്മാർത്ഥം ശ്രദ്ധിക്കൂ. അക്ഷം എന്ന് പറഞ്ഞാൽ മനസ്സ് എന്നർത്ഥം, ഇന്ദ്രിയം. ഇവിടെ അർത്ഥം മനസ്സ് എന്നർത്ഥം. ജ എന്ന് പറഞ്ഞാൽ ജനിപ്പിക്കുക, അതിനെ ഉണർത്തുക, ഉണർത്തി നിലനിർത്തുക, അതിനെ പ്രവർത്തിപ്പിക്കുക. അക്ഷജം മനസ്സിനെ ഉണർത്തി നിലനിർത്തി പ്രവർത്തിപ്പിക്കുക. അതോ അക്ഷജം ഉള്ളിലിരുന്നു കൊണ്ട് ഉറങ്ങുന്ന മനസ്സിനെ ഉണർത്തി പ്രവർത്തിപ്പിക്കുന്നവനാരോ. അതോ എന്ന് പറഞ്ഞാൽ ഉള്ളിലിരുന്നു കൊണ്ട്, അക്ഷം എന്ന് പറഞ്ഞാൽ മനസ്സ്, അതിനെ ഉണർത്തി കൊണ്ടുവരുന്നവനാരോ അവൻ അധോക്ഷജൻ. അപ്പം അധോക്ഷജൻ എന്ന് പറഞ്ഞാൽ പുറമേയിരിക്കുന്ന ഭഗവാനല്ല. അധോക്ഷജൻ എന്ന് പറയുന്നത് അപ്പൊ ഭക്തിയോഗേന അധോക്ഷജം, മനസ്സിന്റെ അനർത്ഥത്തെ മാറ്റിക്കൊണ്ട്, അവിവേകത്തെ മാറ്റിക്കൊണ്ട് മനസ്സിനെ ഭഗവാനിലേക്ക് ചേർത്ത് വെക്കാനാണ് ഈ ഭാഗവതത്തെ ആര് രചിച്ചിരിക്കുന്നത്? വേദവ്യാസ മഹർഷി. അപ്പോൾ ഋഷീശ്വരന്മാര് ഏതൊരു അനുഭൂതിയാണോ അനുഭവിച്ചിരിക്കുന്നത് അതിലേക്കാണ് ഭാഗവതം നമ്മളെ കൊണ്ടുപോകുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേദം തന്നെയാണ് ഏത്?
ഭാഗവതം. എല്ലാം വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ഇവിടെ പറയാനില്ല. അപ്പൊ നമ്മള് ഭാരതീയ സംസ്കാരം സനാതനമായ തത്വത്തിലേക്ക് നമ്മൾ ഉയർത്തലാണ്. അങ്ങനെ ആ സനാതനമായ തത്വത്തിലേക്ക് ഉയർത്തണമെങ്കിൽ നമുക്ക് ഭക്തി വേണം, ജ്ഞാനം വേണം, വൈരാഗ്യം. ഇനി അത് നേടിയെടുക്കാൻ ഈ ശ്രീമൽ ഭാഗവതത്തിലൂടെ നമുക്ക് സാധിക്കും. ഇനി അതിന്റെ ഒരു മഹത്വം, ഈ ഭാഗവതത്തിന്റെ ഒരു മഹത്വം വേദവ്യാസ മഹർഷി പത്മപുരാണത്തിൽ പറഞ്ഞു വെച്ചതിനെ ആരംഭിച്ചുകൊണ്ടാണ് ഭാഗവതം ആരംഭിക്കുന്നത്. നമുക്കതിലേക്ക് കിടക്കാം. ഭാഗവതത്തിലെ മാഹാത്മ്യം, ഭാഗവതത്തിന്റെ മാഹാത്മ്യം എന്ന് പറയുന്നത് പത്മപുരാണത്തിലെ 6 അധ്യായങ്ങളാണ്. ആ 6 അധ്യായത്തിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം തന്നെ തുടങ്ങുന്നത് തന്നെ ഈ ശ്ലോകം വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ഓർത്തു വെക്കണം. സച്ചിദാനന്ദരൂപായ, എല്ലാവരും ആവർത്തിക്കണേ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാം. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാം. സച്ചിദാനന്ദ രൂപം. ഭഗവാൻ എന്ന് പറയുന്നത് സത്താണ്, ചിത്താണ്, ആനന്ദമാണ്. സത്താണ്, ചിത്താണ്, ആനന്ദമാണ്. സത്താണ് ഭഗവാൻ. ഋഷീശ്വരന്മാര് ഭഗവാനെ സത്തായി കാണുന്നു. സത്ത് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിന്റെയും എസൻസ്, എല്ലാറ്റിന്റെയും പ്രിൻസിപ്പിൾ. സത്തില്ലെങ്കിൽ ഒരു വസ്തുവിനും നിലനിൽക്കാൻ സാധ്യത. ആഭരണത്തിന്റെ സത്താണ് സ്വർണം, അല്ലേ? ആഭരണത്തിന്റെ സത്താണ് സ്വർണം. ലഡുവിന്റെ സത്താണ് അതിലിരിക്കുന്ന മധുരം. മധുരമില്ലെങ്കിൽ പിന്നെ ലഡു ഇല്ല, ഉണ്ടോ? ഇങ്ങനെ ഓരോ വസ്തുവിനും സത്തുള്ളതുപോലെ മനസ്സിന്റെ സത്താണ് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം. അതെങ്ങനെ മനസ്സിലായി? ചൈതന്യമില്ലെങ്കിൽ മനസ്സില്ല, മധുരമില്ലെങ്കിൽ ലഡു ഇല്ല, ഉണ്ടോ? സ്വർണമില്ലെങ്കിൽ ആഭരണമില്ല. ഇനി അത് സത്ത് മാത്രമല്ല, അത് ചിതുമാണ്, അത് ആനന്ദമാണ്, അത് സ്വതന്ത്രമാണ്. ഇവിടെ ഋഷീശ്വരന്മാര് കണ്ടെത്തിയിരിക്കുന്ന സത്യം, ഈ ശരീരം സ്വതന്ത്രമല്ല എന്ന് പറഞ്ഞാൽ ഇതിന് നിലനിൽക്കാൻ പലതിന്റെയും ആവശ്യമുണ്ട്. ഏതൊന്ന് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിലനിൽക്കുന്നോ അത് സ്വതന്ത്രമല്ല. ആണോ? ശരീരം സ്വതന്ത്രമല്ല, ഈ പ്രപഞ്ചം സ്വതന്ത്രമല്ല. കാരണം ആകാശമില്ലെങ്കിൽ ഇവർക്കൊന്നും നിലനിൽക്കാൻ പറ്റില്ല. പറ്റുമോ? ഒന്നൊന്നിനോട് ബന്ധപ്പെട്ടിരിക്കണം. നമ്മുടെ മനസ്സോ സ്വതന്ത്രമാണോ? അല്ല. ഏതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈതന്യത്തോട്. എന്നാൽ ചൈതന്യമോ? അത് മറ്റൊന്നിനോട് ബന്ധപ്പെട്ടത് അല്ലാത്തത് കൊണ്ട് അതിനെ വിളിക്കുന്നു സ്വരാട്, അതിനെ വിളിക്കുന്നു ആനന്ദം. ആനന്ദം എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം, ആനന്ദം എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കുക എന്നല്ല അർത്ഥം. വളരെ ആനന്ദത്തിലാണെന്ന് ചിലരെ കുറിച്ച് പറയാറില്ലേ? ആ അർത്ഥത്തിലല്ല. ഇവിടെ ആനന്ദം എന്ന് പറഞ്ഞാൽ അത് സ്വതന്ത്രമാണ്, എപ്പോഴും സ്വതന്ത്രമാണ്. അപ്പൊ സ്വതന്ത്രമായിരിക്കുന്ന, അറിവായിരിക്കുന്ന, സത്തായിരിക്കുന്ന, സർവശക്തിയുള്ള, സർവവ്യാപിയായിരിക്കുന്ന ഒരു പരമ സത്യത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം വികസിച്ചു വന്നിരിക്കുന്നത്. വിശ്വ ഉൽപ്പത്തി. വിശ്വം എന്ന് പറഞ്ഞാൽ അനുഭവം എന്നർത്ഥം. സകല അനുഭവങ്ങളും നമുക്കുണ്ടാവണമെങ്കിൽ ആര് വേണം? എല്ലാ അനുഭവങ്ങളും. ഇപ്പൊ നിങ്ങൾ എന്റെ മുന്നിലിരിക്കണോ, ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കണോ, നമുക്കിവിടുത്തെ അന്തരീക്ഷത്തിലുള്ള ചൂടും തണുപ്പറിയാം. ഇതൊക്കെ നമുക്കറിയണമെങ്കിൽ നിങ്ങൾക്ക് ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മകളുണ്ട്, മകനുണ്ട്, വീടുണ്ട്, സമ്പത്തുണ്ട്, അതുണ്ട്, ഇതുണ്ട്, എല്ലാം അറിയണമെങ്കിൽ ചൈതന്യം മാത്രം മതിയോ? മനസ്സ് വേണം. നോക്കൂ, മനസ്സിന്റെ താളം തെറ്റിക്കഴിഞ്ഞാൽ ഭാര്യ ഉണ്ടായാലും ഭർത്താവ് ഉണ്ടായാലും അറിയില്ല. ഉണ്ടല്ലോ അങ്ങനെ രോഗം, അല്ലേ? അൽഷൈമിയസ് എന്ന് പറയുന്ന രോഗം ബാധിച്ചവർക്ക് ഭാര്യ അടുത്തിരുന്നാലും അറിയുന്നില്ല. ചൈതന്യമില്ലേ ശരീരത്തില്? എന്നാൽ അനുഭവം ഉണ്ടോ? അനസ്തീഷ തന്ന് കീറി മുറിക്കുന്ന സമയത്ത് അനുഭവം ഉണ്ടോ? എന്താ അനുഭവം ഇല്ലാത്തത്? അപ്പൊ അനുഭവങ്ങളൊക്കെ തരുന്നത് ക്ലിയർ ആണോ? ചൈതന്യമല്ല അനുഭവം തരുന്നത്. ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ ആര് തരുന്നു? മനസ്സ് തരുന്നു അനുഭവം. അപ്പൊ ഈ മനസ്സിനെ വിശ്വ ഉൽപ്പത്തി ഹേതവേ, ഈ മനസ്സിന്റെ ഉൽപ്പത്തിക്ക് കാരണമായിരിക്കുന്ന താപത്രയ വിനാശായ, നമുക്ക് 3 താപങ്ങളേ ഉള്ളൂ എന്നാണ്. ഏതൊക്കെയാ സ്വാമി ഈ താപങ്ങള്? ഒന്ന് എറണാകുളത്തെ താപം, പിന്നെ കേരളത്തിലെ താപം. ആണോ? വീട്ടുകാരുണ്ടാക്കുന്ന താപം, നാട്ടുകാരുണ്ടാക്കുന്ന താപം, ഗവൺമെന്റ് ഉണ്ടാക്കുന്ന താപം, ഇതാണോ? അല്ല.
3 താപം എന്ന് പറയുന്നത് അർത്ഥം ഇതിനെ ടെക്നിക്കലി ആദി ഭൗതിക, ആദി ദൈവിക, ആധ്യാത്മിക താപം എന്നൊക്കെ പറയും. പക്ഷെ സൂക്ഷ്മമായി പറഞ്ഞാൽ 3 പ്രശ്നങ്ങളെ നിങ്ങൾക്ക് വരുള്ളൂ. സൗകര്യമായി സ്വാമി, കുറെ പ്രശ്നങ്ങളുണ്ടെന്നാ വിചാരിച്ചത്. എല്ലാം കൂടി 3 ഉള്ളൂ ഇല്ലേ? 3 ഉള്ളൂ. ഏതൊക്കെയാണ്? ഒന്ന് ഭാര്യ വീട്ടുകാര് ആണോ? അല്ല. ഒന്ന് ശരീരം പ്രശ്നം ഉണ്ടാക്കുമല്ലോ. അസുഖങ്ങളൊക്കെ വന്നാൽ പ്രശ്നം തന്നെയാണ്. ഈ ശരീരം ഉള്ളിടത്തോളം കാലം എന്തുണ്ട്? പ്രശ്നങ്ങളുണ്ട്. മരണം പിന്നെ പോട്ടെ, നമ്മള് മരിക്കുന്നൊക്കെ വിചാരിച്ചിരുന്നാലും ഒരു ദിവസം പോകണം, അത് വേറെ കാര്യം. അത് വലിയ പ്രശ്നം തന്നെയാണ്. രണ്ടാമത്തെ പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട സമ്പത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട സമ്പത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. മനസ്സിലാവും കൂടുതൽ. ഞാൻ കൂടുതൽ ഇപ്പം വിസ്തരിക്കുകയാണ്. മൂന്നാമത്, നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നമുക്ക് വിഷമങ്ങൾ തരാൻ പറ്റും.